ഹലോ, എല്ലാവർക്കും ലിച്ചൂസ് മോനോസ് വേൾഡിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അതായത് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ വളർച്ച നമുക്ക് മുരടിച്ചിരിക്കുന്ന ഒരവസ്ഥയുള്ളവർക്ക് പോലും ചെയ്താൽ മുടിക്ക് നല്ലൊരു വളർച്ചയും നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനും മുടി വളർന്നില്ലെങ്കിലും നമ്മുടെ ഒരാഗ്രഹം മുടി ഇച്ചിരി കുറച്ച് ഉള്ളോടുകൂടി കിടക്കണമെന്നല്ലയോ. അപ്പോൾ അങ്ങനെ മുടിക്ക് കുറച്ച് ഉള്ളു തോന്നിക്കാനും എല്ലാം പറ്റിയ ഒരു ഹെയർ പായ്ക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു റിസൾട്ടുള്ള ഒരു പായ്ക്കാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ചെയ്യുന്ന രീതി ഈ ഒരു മെത്തേഡ് ഇതേ രീതി ചെയ്താലേ നമുക്ക് ആ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ മുട്ടയാണ്. എല്ലാവരും വീട്ടിൽ കാണും മുട്ട. അപ്പോൾ മുട്ടയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മുട്ടയുടെ വൈറ്റും യെല്ലോയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പായ്ക്കാണ് ഇത്. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, നമ്മൾ പുറത്തൊന്നും പോയി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു ഹെയർ കെയർ പായ്ക്കാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ചെറിയ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു പായ്ക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. നാടൻ മുട്ടയായാലും നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണേലും ഒരു കുഴപ്പമില്ല. നാടൻ മുട്ട ഉള്ളവർ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ ഒരു മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ട്. ഇതിന് സ്മെല്ല് പറ്റാത്തവർക്കുള്ളൊരു ടിപ്പ് ഞാൻ വേറെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഒരു മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ നമ്മുടെ ചോറാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂണ് ചോറ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട്, ലെങ്ത് ഒരുപാടുള്ളവരാണ് 2 മുട്ട ഉപയോഗിക്കുക. അതുപോലെ ചോറിൻ്റെ അളവ് 2 സ്പൂൺ എന്നുള്ളത് 4 സ്പൂൺ ആക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 സ്പൂണോളം തൈരാണ്. അപ്പം നമ്മുടെ എഗ്ഗും മുട്ടയും ചോറും തൈരൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണമേ. ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കാൽപ്പിൽ വെളിച്ചെണ്ണ, നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് നമ്മുടെ തലയിൽ പുരട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പായ്ക്കിനകത്തോട്ട് ആഡ് ചെയ്യേണ്ട. ഇതുകൊണ്ട് ഞാനിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട്, ഞാനിപ്പം സ്കാൽപ്പിൽ എണ്ണ തേക്കാത്തത് കൊണ്ട് ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് ഒരു 2 സ്പൂണോ 1 സ്പൂണോ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അതല്ല നിങ്ങളുടെ തലയിൽ തേച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഹെയർ നല്ലതുപോലെ ചീകി നമ്മുടെ ആ ജടയെല്ലാം കളഞ്ഞിട്ട് ശേഷം നമ്മളതിനകത്തോട്ട് നമ്മുടെ മുടി ഓരോ വകുപ്പായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ സൂപ്പർ ഒരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാവുള്ളൂ. അതല്ല, നിങ്ങളിത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ നല്ലതുപോലെ തലയുടെ ജടയൊക്കെ കളഞ്ഞ് ചീകിയിട്ടുണ്ട്. അപ്പം ഞാൻ എണ്ണ തേച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രിസിയായിട്ട് കിടക്കുവാണ്. അപ്പം നമ്മൾ ഈ ഒരു തലമുടിയുടെ വകുപ്പ് ഓരോന്നെടുത്തിട്ട് കുറച്ച് പായ്ക്ക് എടുത്ത് അപ്ലൈ ചെയ്യുക. നല്ലതുപോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം. ഓരോ വകുപ്പും എടുത്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ തലയോട്ടി ഫുള്ള് 2 കൈയും വെച്ച് നമ്മുടെ വിരൽ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തതിന്, നല്ലതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലൂടെ ഈ ബാലൻസ് പായ്ക്കെല്ലാം അപ്ലൈ ചെയ്ത് നമ്മുടെ ഫിംഗറിൽ വരെ, മുടിയുടെ ടിപ്പിൽ വരെ നമ്മുടെ വിരലിൽ നല്ലതുപോലെ തേച്ച്
പിടിപ്പിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറെങ്കിലും, കുറഞ്ഞതൊരു അരമണിക്കൂർ നമ്മുടെ തലയിൽ അങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഞാൻ നേരത്തെ പറഞ്ഞു, മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ ചേർക്കാവുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് കേട്ടോ. ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് ഈ ഒരു മിക്സിനകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈ മുട്ടയുടെ ഈ സ്മെല്ല് നമുക്ക് മനസ്സിലാവത്തില്ല, മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് കേട്ടോ. പിന്നെ വേറൊരു ഗുണം, ചെറുനാരങ്ങയുടെ നീരൊഴിക്കുമ്പോൾ നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും ഫംഗസും ഒക്കെ ഇല്ലാതാക്കാനും താരനൊക്കെ ഇല്ലാതാക്കാനും ഗുണം ചെയ്യുവേ. അപ്പോൾ ഇത് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് നോർമൽ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. അതല്ല ചെമ്പരത്തിത്താളി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെമ്പരത്തിത്താളി ഉപയോഗിച്ച് തലമുടി കഴുകിക്കളയാവേ. നമ്മളിതൊരാഴ്ചയിൽ 2 വട്ടം ഈ ഒരു പായ്ക്ക് ട്രൈ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ആഴ്ചകളിലും നിങ്ങൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. മുട്ടയുടെ ഗുണം എല്ലാവർക്കും അറിയാം. നമ്മുടെ മുടിക്ക് പെട്ടെന്ന് വോളിയം ചെയ്യാൻ, നമ്മുടെ മുടി പെട്ടെന്ന് വോളിയമായിട്ട് നിൽക്കാൻ ഒട്ടും ഉള്ളില്ലാത്തവർ പോലും ഈ ഒരു എഗ്ഗിൻ്റെ പായ്ക്ക് ഇട്ട് കഴിയുമ്പോൾ മുടി നല്ല ഡബിളായിട്ട് മുടി നിൽക്കുന്നത് കാണാം. പിന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ്, നല്ലൊരു തിളക്കം നമ്മുടെ മുടിക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നമ്മൾ മുട്ടയുടെ പായ്ക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മുടി ഒന്ന് കൈവച്ച് വിരലോടിച്ച് ഒന്ന് ചിക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്ര മുടി നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതും മുട്ടയുടെ ആ ഒരു ഗുണമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് നമ്മളിപ്പം യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയസ് അങ്ങോട്ട് എടുക്കുമ്പോഴേ ചോറിൻ്റെ ആയാലും നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ആയാലും ഹെയറിലും ഫേസിലും ഒക്കെയുള്ള ഗുണങ്ങൾ, അത് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാവുന്നതാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൈര് നമ്മുടെ മുടിക്ക് ഈ ഫംഗസ്, നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ തൈര് ഉപയോഗിച്ചാലും ഇല്ലാതാവും. മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ ഈ 3 കൂട്ടും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ പായ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് തരുന്ന പായ്ക്കാണ്. ഞാനിത് കംപ്ലീറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ തലയിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.